കുപ്പിവളകൾ. സാറാ തോമസ്. ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച നിരവധി വ്യക്തികൾ സമൂഹത്തിലുണ്ട്. ഇന്ന് നമ്മൾ അത്തരത്തിലൊരാളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്. ജീവിക്കുന്ന പ്രതിഭാസം എന്ന് തന്നെയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെക്കുറിച്ച് കേട്ടിരിക്കുമല്ലോ. പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് നൂതനമായ അന്വേഷണങ്ങൾ നടത്തിയ ഹോക്കിംഗ് മോട്ടോർ ന്യൂറോൺ എന്ന ഗുരുതര രോഗം ബാധിച്ച് ശരീരം തളർന്ന് ജീവിതം പൂർണ്ണമായും വീൽചെയറിലേക്ക് ഒതുക്കപ്പെട്ട പ്രതിഭയാണ്. സംസാരശേഷി നഷ്ടപ്പെട്ട് ആംഗ്യഭാഷയ്ക്ക് പോലും പറ്റാതെ നിസ്സഹായ അവസ്ഥയിലാണെങ്കിലും രോഗത്തിന് കീഴടങ്ങി ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രവർത്തനക്ഷമമായ ഒരേയൊരവയവമായ വലതുകൈയിലെ ചൂണ്ടുവിരലുപയോഗിച്ച് കമ്പ്യൂട്ടറിൽ തെളിയുന്ന അക്ഷരങ്ങൾ പെറുക്കിയെടുത്ത് ഹോക്കിംഗ് മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു. പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും തമോഗർത്തങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഐൻസ്റ്റീനു ശേഷമുണ്ടായ ഏറ്റവും മഹത്തായ കണ്ടെത്തലുകളായി കണക്കാക്കപ്പെടുന്നു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അടക്കമുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഈ നേട്ടങ്ങളുടെ അംഗീകാരമായി ഹോക്കിങ്ങിന് അനേകം ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്, അമേരിക്കയിലെ ഏറ്റവും വലിയ ബഹുമതിയായ ആൽബർട്ട് ഐൻസ്റ്റീൻ അവാർഡ്, BBC നൽകുന്ന മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ്, 6ഓളം സർവകലാശാലകളുടെ ഹോണറ്റി ഡോക്ടറേറ്റ് എന്നിവ അവയിൽ ചിലതാണ്. ശാരീരികമായ കൊടിയ അവശതകളേൽപ്പിച്ച വെല്ലുവിളികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. 2018 മാർച്ച് 14 76-ാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു.